കൊടകരയിലെ കള്ളപ്പണ കവർച്ചയിലെ പോലീസ് ഇട്ട ആദ്യ എഫ്ഐആർ ഇങ്ങനെയായിരുന്നു. 2021 ഏപ്രിൽ 3-നായിരുന്നു ഈ സംഭവം. ഈ അപകടമാണ് പിന്നീട് കൊടകര കേസ് എന്ന നിലയിൽ കുപ്രസിദ്ധമായത്. ഇതിലാണ് പുതിയ വെളിപ്പെടുത്തൽ. കൊടകര കേസിലെ പല ദുരൂഹതകളും പോലീസ് അന്വേഷിച്ചിരുന്നില്ല. അപകടത്തിൽപ്പെട്ട കാറിന്റെ വിൽപ്പനയിലേക്ക് അടക്കം അന്വേഷണം നീണ്ടിരുന്നുവെങ്കിൽ വസ്തുതകൾ പൂർണ്ണമായും പുറത്തു വരുമായിരുന്നു. അതേസമയം ആക്രമണത്തിൽ ഈ എർട്ടിഗ കാറിന് സാരമായ കേടുപാടുകൾ നൽകിയെന്നാണ് ഉടമ കൊടകര പോലീസിന് നൽകിയ പരാതി. 3-ന് നടന്ന ആക്രമണത്തിൽ പരാതി നൽകിയത് 7-നും. അതിനുശേഷം KL 56G 6789 നമ്പർ എർട്ടിഗ കാറിന്റെ ഉടമ മാറിയെന്നാണ് കൗതുകകരമായ വസ്തുത. ആക്രമണത്തിൽ തകർന്ന കാറിന്റെ രജിസ്ട്രേഷൻ രേഖകളിൽ മാറ്റം സംഭവിച്ചത് മറുനാടൻ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാവുകയായിരുന്നു. അന്ന് തന്നെ ഈ വിശദ വാർത്തയുമെത്തി. എന്നാൽ ഈ വസ്തുതകളൊന്നും ആരും പരിശോധിച്ചില്ല. BJP ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് നടത്തി പുതിയ വെളിപ്പെടുത്തൽ കേസിന്റെ പുനരന്വേഷണ സാധ്യത തന്നെയാണ് ചർച്ചയാക്കുന്നത്. ഈ സമയം കാറിന്റെ രേഖാമാറ്റം പരിശോധിച്ചാൽ പോലീസിന് നിർണായക തെളിവ് കിട്ടും. അതിലേക്കൊന്നും അന്വേഷണം നീളാത്തത് ഡീലിന്റെ ഭാഗമാണോ എന്ന സംശയം ശക്തമാണ്.